ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ ചിക്കനൊക്കെ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട്. അതിനൊന്ന് മസാല തേച്ച് പിടിപ്പിക്കട്ടെ നമുക്ക്. ആദ്യം കുറച്ച് ചിക്കൻ മസാല ഇട്ടു. അതിന് ശേഷം നമ്മൾ കുറച്ച് മുളകും പൊടി, 2 സ്പൂൺ. അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പിട്ട് കൊടുത്തു. ഒന്ന് നല്ലോണം മസാല തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. നല്ലോണം തേച്ച് പിടിപ്പിച്ച് അതിനൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് നമ്മൾ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബീഫിനൊന്ന് വേവിച്ചെടുക്കണം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇത്രയേ ഉള്ളൂ കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അത് രണ്ടും പാടെ ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ച് കൊടുക്കാം. ബീഫ് ബിരിയാണി വെക്കുന്നുണ്ട്. അങ്ങനെ അതും നല്ലോണം മസാല തേച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് നമ്മൾ ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അല്ലാതെ ഒന്നും എണ്ണയിലിട്ട് ഇതാക്കണില്ല, ഒന്നിട്ട് ചൂടാക്കി എടുക്കണുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളെ ചിക്കനൊക്കെ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ അവിടെ മസാല വഴണ്ടി വരുമ്പോഴേക്ക് നമ്മൾ ഐശുവിൻ്റെ കുറച്ച് കളി കാണാമെന്ന് വിചാരിച്ചിട്ട് അനിയത്തിയുടെ വീട്ടിലാണ് കേട്ടോ. അങ്ങനെ അനിയത്തി അവിടെ അടിച്ചു വരുന്നുണ്ട്, തുടക്കണുണ്ട്. കുക്കിങ്ങൊക്കെ എനിക്കാണ്. അപ്പോൾ കുട്ടിയും ഐശു ബ്രഷ് മേടിച്ചിട്ട് അവളും അടിച്ചവരാന്ന് പറഞ്ഞിട്ട് അവൾ ഹായൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾ അടിച്ചു വരിക. അപ്പോൾ അത് അവളെ ഉമ്മയുടെയൊക്കെ ചൂലൊക്കെ മേടിച്ചിട്ട് അവൾ അടിച്ചു വരിക. അങ്ങനെ ഒരാളവിടെ കിടക്കുന്നുണ്ട്, ഒരാളിതവിടെ നല്ല ഫോട്ടോസ് എടുക്കുകയാണ്. അപ്പോഴേക്ക് നമ്മളെ ഉള്ളിയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പം നമ്മളതിൽ കുറച്ച് തക്കാളിയും കുറച്ച് പച്ചമുളകും, എനിക്ക് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കേട്ടോ. ഞാൻ അങ്ങോട്ട് ഇടുക ചെയ്യുക, ഒരു ഇത് നോക്കിയിട്ട് ഞാൻ അങ്ങോട്ട് ഇടുക ചെയ്യുക. അങ്ങനെ അതൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊക്കെ ഇട്ട് കുറച്ച് ഗരം മസാലയുടെ പൊടി ഇട്ടു, പിന്നെ മഞ്ഞൾപ്പൊടി, ലേശം മുളകും പൊടി അതൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ കുറച്ച് തൈര് ഒഴിച്ചിട്ടോ. പുളിയില്ലാത്ത തൈരാണ്. കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഒക്കെ പാടൊന്ന് മിക്സ് ചെയ്തെടുത്തു. കുറച്ച് ചെപ്പും പൊതിനി ഇട്ട് കൊടുത്തു. അതൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടിയൊക്കെ ഒന്ന് ഇളക്കി മറിച്ചിട്ട് അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഉപ്പ് ഉള്ളി വഴറ്റുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂ, പിന്നെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ മസാല കൂടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അത് ആ പൊടികളൊക്കെ ഒന്ന് എല്ലായിടത്തേക്കും ആയിട്ട് നമ്മളതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചില്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. ഇത് നമ്മൾ അരി ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് സൺഫ്ലവറും ഏലക്കായും കറാമ്പൂ പട്ട അതൊക്കെ ഇട്ട് അങ്ങനെ നമ്മൾ ഉപ്പ് ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചു. അങ്ങനെ നമ്മൾ വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ അതിൽ അരിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അരിയൊക്കെ വെന്തതിന് ശേഷം നമ്മൾ ദമ്മിടാൻ വേണ്ടിയിട്ട് ചെമ്പടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം 6 kg ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ 6 kg ഒഴിച്ച് നമ്മൾ ആദ്യം ചിക്കൻ്റെ മസാല അതിൻ്റെ അടിയിലൊന്ന് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ, മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണില്ല. അങ്ങനെ നമ്മൾ മസാലയൊക്കെ ഇട്ട് കൊടുത്ത് റൈസ് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ റൈസൊക്കെ ലെയറായിട്ട് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളി പൊരിച്ച് വെച്ചിരുന്നു. ഉള്ളിയും മല്ലിച്ചപ്പും ക്യാരറ്റും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ പാടെ പൊരിച്ച് വെച്ച് അത് അതിലേക്ക് ലേശം ഇട്ട് കൊടുത്തു. ലേശം ഗരം മസാലയും തൂവിക്കൊടുത്തു. ലേശം 6 kg. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി അതിലേക്ക് കൊട്ടി കൊടുക്കുകയാണ് കേട്ടോ. റൈസാണ് കൊട്ടി കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ കൊട്ടിക്കൊടുത്തു, ചിക്കൻ്റെ മസാല. അങ്ങനെ ചിക്കൻ്റെ മസാലയൊക്കെ കൊട്ടിക്കൊടുത്ത് കുറച്ചുകൂടി റൈസ് ഉണ്ടായിരുന്നു കേട്ടോ, അതും ഇട്ടു. ഈ പൊരിച്ച് വെച്ച ഉള്ളിയും ഇതുമൊക്കെ
പിന്നെ ഇട്ട് കൊടുത്തു കേട്ടോ, ഒരു 2 ലെയറായിട്ട്. കുറച്ചുകൂടിയും ഗരം മസാലയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് 6 kg അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ ദമ്മിലിട്ടുകയാണ് കേട്ടോ. നല്ല തീയുണ്ട്. അങ്ങനെ നമ്മൾ ദമ്മിലൊക്കെ ഇട്ട് കൊടുത്ത് നമ്മളൊരു 15 മിനിറ്റ് നേരം ഇത്രേ ദമ്മിൽ വെച്ചുള്ളൂ. തീയൊക്കെ മേലേക്ക് കോരി എടുത്തു കേട്ടോ. എന്നിട്ടൊരു 15 മിനിറ്റ് വരെ നമ്മൾ ദമ്മിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ 15 മിനിറ്റൊക്കെ കഴിഞ്ഞ് നമ്മളെ ദമ്മ് പൊട്ടിച്ച് കൊടുത്തു. ദമ്മ് പൊട്ടിച്ച് നല്ല കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. നമുക്ക് കഴിച്ച് നോക്കാം. അപ്പോൾ ഞാൻ തന്നെയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ വിളമ്പി കൊടുക്കുന്നതും. അങ്ങനെ ഒന്ന് ഇളക്കി. ഇപ്പോൾ ഉപ്പാക്ക് ഇവിടെ ബീഫ് ബിരിയാണിയാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ചിക്കൻ ബിരിയാണി കഴിക്കായൊന്നുമില്ല. ഉപ്പാക്ക് ഇഷ്ടം ബീഫ് ബിരിയാണിയാണ്. നമ്മളെ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ, നമുക്ക് പണ്ട് കാലത്തെ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ഈ ഒരു കുണ്ടൻ ബിരിയാണി ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? അപ്പോൾ നല്ലൊരു കുണ്ടൻ കിട്ടി വെക്കുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇന്നൊരു കുണ്ടൻ ബിരിയാണി ആക്കാമെന്നും പറഞ്ഞിട്ട് ഞാൻ ഇലയൊക്കെ വെട്ടിക്കൊടുന്ന് ലേശം ഉള്ളി അച്ചാറും ഒക്കെ കൊടുത്ത് ഉപ്പ ആദ്യം കഴിക്കുന്നത്. കുട്ടികളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഉപ്പാനോട് ചോദിച്ചു. അപ്പോൾ ഉപ്പ പറയുന്നുണ്ട് അത് രസമുണ്ട് എന്നുള്ളത്. പക്ഷേ സൗണ്ടൊന്നുമില്ല. അങ്ങനെ അടുത്ത ആളോട് ചോദിച്ചു. അവൾ കഴിക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അതാ നമ്മൾ ഐഷൊക്കെ കഴിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇങ്ങനെ കുണ്ടൻ കൊട്ടി കൊടുത്ത് ഇലയിലൊക്കെ അയക്കുമ്പോൾ എല്ലാ കുട്ടികൾക്കും നല്ല സന്തോഷമായിരിക്കണം കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഇളയച്ചനാണ് കേട്ടോ, എൻ്റെ അനിയത്തിൻ്റെ ഭർത്താവാണ്. അപ്പോൾ അവന് കഴിച്ചു നോക്കിയിട്ട് അവൻ പറഞ്ഞു സൂപ്പറായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് നമ്മളവിടുന്ന് പിന്നെ പോരായിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.